ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചവ്വരി വെച്ചിട്ട് ഒരു പായസമാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് ചവ്വരി എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ അരിയാണ് ഇതിലെടുത്തിട്ടുള്ളത്. എന്നിട്ടത് ഒരു മണിക്കൂർ കുതിർത്തണം. നേരത്തെ ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം സ്റ്റൗ ഓണാക്കാം. സ്റ്റൗ ഇപ്പോൾ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഇപ്പോൾ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ അരക്കപ്പ് ചവ്വരിയാണ് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ കുതിർന്ന് വന്നപ്പോൾ ഏകദേശം 1 കപ്പോളം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഇത് കുതിർന്ന് വരുമ്പോൾ കുറച്ച് കൂടി പോവും ഇത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അളവൊക്കെ കറക്റ്റായിട്ട് എടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്നൊന്ന് വെന്ത് വരാനായിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചവ്വരി ഇപ്പോൾ നല്ല വെള്ള കളറിലല്ലേ കാണാനായിട്ട് സാധിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ നല്ല നമ്മൾ വെള്ളത്തിലേക്കൊക്കെ നോക്കുന്നത് പോലെ നല്ല മുത്തുപോലെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇരിക്കും. ഇതുപോലെ ഇരിക്കും കാണാനായിട്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് വേവ്. അപ്പോൾ നമ്മുടെ ചവ്വരി നന്നായിട്ട് വെന്ത് ഏകദേശം വെള്ളമൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള 1 ലിറ്റർ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ലിറ്റർ പാലിലാണ് ഞാനിപ്പോൾ ഇവിടെ ഈ പായസം തയ്യാറാക്കുന്നത്. പാല് നേരത്തെ തിളപ്പിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കാനായിട്ട് എളുപ്പമാവും. ഇപ്പോൾ ചവ്വരിയൊക്കെ നോക്കൂ, നല്ല ക്ലിയർ ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല കാണാനായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനല്ലേ ഇത് കാണാനായിട്ട്. അതുപോലെ തന്നെ കഴിക്കുമ്പോഴും ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പാലൊക്കെ ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുറച്ച് പാലൊക്കെ ഒന്ന് കുറുകി ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ടുണ്ട്. നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ഞാനിവിടെ ഒരു 3/4 കപ്പ് സേമിയ ഇവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനിവിടെ 2 പോർഷനായിട്ടാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം ഇവിടെ അരക്കപ്പ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് സേമിയ പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് സേമിയ ഇട്ട് കൊടുത്തതിന് ശേഷം പെട്ടെന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ആദ്യം ഇപ്പോൾ ഞാൻ അരക്കപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പും കൂടി, ഇത് വേവുന്നതിന് കുറച്ച് മുമ്പായിട്ട് അപ്പോൾ തന്നെ ഒരു 1/4 കപ്പും കൂടി ഇതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തത്തിലായിട്ടിപ്പോൾ 3/4 കപ്പ് സേമിയാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സേമിയ പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നന്നായിട്ടൊന്ന് വെന്ത് വന്നതിന് ശേഷം മാത്രം പഞ്ചസാര ചേർത്ത് കൊടുക്കാനായിട്ടുണ്ട്. സേമിയ ഇപ്പോൾ ഇവിടെ ചവ്വരിയൊക്കെ നന്നായിട്ട് നല്ല യോജിച്ച് വന്നിട്ടുണ്ട്. ചവ്വരി സേമിയ ഒക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പാലും ചെറുതായിട്ടൊന്ന് കുറുകിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതപ്പോൾ പഞ്ചസാര ചേർത്തതിന് ശേഷം അത് ഒന്നുകൂടെ ഒന്ന് ലൂസായി വന്നിട്ടുണ്ട് പായസം. ഇതൊന്നുകൂടെ മധുരം ഒന്ന് പിടിച്ചതിന് ശേഷം നമുക്ക് അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളുടെ അളവുകളൊക്കെ കറക്റ്റ് ആണെങ്കിൽ നല്ല തിക്നെസ്സിൽ നമ്മുടെ ഒരുപാട് കട്ടിയാവാതെയും ഒരുപാട് ലൂസാവാതെയും ഒക്കെ ആയിട്ട് നമുക്ക് കറക്റ്റ് ഒരു പാകത്തിനായിട്ട് പായസം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇതിപ്പോൾ ഏകദേശം നല്ലൊരു പാകത്തിന് തന്നെയാണ് എനിക്കിവിടെ പായസം കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ സമയത്ത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 2 ഏലക്ക ഞാനിവിടെ നന്നായിട്ടൊന്ന് ചതച്ചിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏലക്ക കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ചെറുതായിട്ടൊരു തിള വരുന്നത് വരെ നമുക്ക് കാത്തു നിൽക്കാം. അപ്പോഴേക്കും നമ്മുടെ പായസം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചവ്വരി സേമിയ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ആക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 8 കാഷ്യൂസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഉണക്കമുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും കൂടി ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് അടിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ചൗവരി സേമിയ പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വളർന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഷെയർ, സപ്പോർട്ട്, കമൻറ്റ്, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ കാഷ്യൂസും ഉണക്കമുന്തിരിയും എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റിയിട്ട് കഴിച്ചു നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ. കൂട്ടാക്കാൻ മറക്കരുതേ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ. വീണ്ടും കാണാലോ.